ഈ അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ ഈ അനാലിസിസ് കാണാനായിട്ട് അല്ലെങ്കിൽ ഈ അനാലിസിസ് സമർപ്പിക്കുന്നത് കേരളത്തിലെ ചില അച്ഛന്മാർ, പള്ളിയിലച്ഛന്മാരെയാണ് ഉദ്ദേശിച്ചത്, അവർക്കും ഇടത് വലത് മുന്നണി നേതാക്കൾക്കും ഇത്തരം വാർത്തകൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ വാർത്തയുടെ താഴെ വന്ന് വലിയ രീതിയിൽ ഞങ്ങളെ തെറി വിളിക്കുന്നവർക്കും വേണ്ടിയാണ് സമർപ്പിക്കുന്നത്. മണിപ്പൂരിൽ സംഘർഷമുണ്ടായപ്പോൾ അത് കൃത്യമായി തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമമാണ് ന്യൂസ് ഇന്ത്യ മലയാളം. ഞങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു ഇതൊരു വംശീയ പ്രശ്നമാണ്, രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള പ്രശ്നമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 1968 ആണ് ഇവിടുത്തെ ഒരു സായുധ കലാപം നടന്നത്. ഇതിനു മുൻപ് ഇന്ദിരാഗാന്ധി അടക്കം ഇത് അടിച്ചമർത്താൻ നോക്കിയിട്ടുണ്ട്, ബോംബിങ് നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞ് അതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും പറഞ്ഞ് അവിടുത്തെ ചെറിയ നീക്കങ്ങൾ വരെ റിപ്പോർട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആ കലാപം തുടങ്ങിയതിന് ശേഷം ആ കലാപത്തിന് കാരണമായ ഒരു റിസർവേഷനായിരുന്നു, അത് എടുത്ത് കളയുകയും ചെയ്തു കോടതി തന്നെ. അതിനുശേഷവും കലാപം വീണ്ടും തുടർന്നപ്പോൾ അതിൻ്റെ രൂപവും ഭാവവും മാറി, അത് ഭീകര പ്രവർത്തനത്തിലേക്ക് നീങ്ങി. ഇതും ഞങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് ആ വാർത്തയുടെ താഴെ വന്ന് അർമാദിച്ചവർ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകളെ വംശഹത്യ ചെയ്യുന്നു എന്ന് വിലപിച്ച അച്ഛന്മാർ, അവരൊക്കെ ഇപ്പോൾ കമാ എന്നൊരക്ഷരം മിണ്ടുന്നില്ല. മലയാള മാധ്യമങ്ങളിൽ മണിപ്പൂർ എന്നൊരച്ചയെ നിരത്തപ്പെടുന്നില്ല ഒരു ഹെഡിങ്ങിലും അത്തരം വാർത്തകളിൽ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്നത് നല്ല ഒന്നാം തരം ലക്ഷണമൊത്ത തീവ്രവാദം. ആ തീവ്രവാദം നടത്തുന്ന ആരെന്ന് ചോദിച്ചാൽ കുക്കി തീവ്രവാദികൾ എന്ന് തന്നെ പറയേണ്ടി വരും. കുക്കികളിലെ തീവ്രവാദികൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയത് ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവുമായിരുന്നു. കാശ്മീരിൽ പോലും സംഭവിക്കാത്ത ചില കാര്യങ്ങളാണ് മണിപ്പൂരിൽ സംഭവിക്കുന്നത്. ഇതിനെ വംശഹത്യ എന്ന് പറയാൻ കഴിയില്ല, മതപരമായ ആക്രമണമെന്ന് പറയാൻ കഴിയില്ല. ഇരവാദം പറഞ്ഞിനി മുൻപോട്ട് വന്നാൽ ചെരുപ്പൂരി അടിക്കുന്ന ഒരു വലിയ സമൂഹം ഈ രാജ്യത്തുണ്ട്. ഈ രാജ്യത്തുള്ളവർ പൊട്ടന്മാരല്ല. ഈ മ്യാൻമാറിലും മണിപ്പൂരിലും ചില ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് ക്രിസ്തീയ രാജ്യം സൃഷ്ടിക്കാനൊരു ശ്രമം നടക്കുന്നുള്ള വാർത്ത അന്തർദേശീയ തലത്തിൽ നിന്ന് വന്നതാണ്. മലയാള മാധ്യമങ്ങളോ ഇന്ത്യൻ മാധ്യമങ്ങളോ കെട്ടിയൊരുക്കിയ വാർത്ത ആയിരുന്നില്ല അത്. അതിനെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ മ്യാൻമാറിലും മണിപ്പൂരിലും അടക്കം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടെ നടന്നത് സായുധ കലാപമായിരുന്നു. മണിപ്പൂരിൽ അതിനായി ഉപയോഗിച്ചത് ബാലിസ്റ്റിക് മിസൈലാണ്, പ്രാദേശികമായി നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഡ്രോൺ ആക്രമണം അവിടെ നടക്കുന്നു. കഴിഞ്ഞ ദിവസം ഇംഫാൽ വിമാനത്താവളത്തിനടുത്തും ഡ്രോൺ ആക്രമണം നടന്നു. ഇപ്പോഴാർക്കും മണിപ്പൂരിനെ കുറിച്ച് പറയണ്ട, മണിപ്പൂരിനെ കുറിച്ച് കരയണ്ട. എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവിടെ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനമാണ്. അതിനെ വെള്ളപൂശിക്കൊണ്ട് ഇവിടെ ആരെങ്കിലും എത്തിയാൽ അവരെ നഖശിഖാന്തം എതിർക്കുക മാത്രമല്ല, അവരെ നേരിടാനും ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് കഴിയുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് മണിപ്പൂരിൻ്റെ പേരിൽ വിലപിക്കാത്തത്, കരയാത്തത്. കാരണം ഇതൊക്കെ അവർക്ക് മുൻപേ അറിയാമായിരുന്നു. മണിപ്പൂരിൽ നടക്കുന്നത് ഗോത്രവർഗ കലാപങ്ങളാണെന്നും വംശീയ നരഹത്യ അല്ല എന്നും, അത് രണ്ട് മെയ്ത്തികളും കുക്കികളും തമ്മിലുള്ള ഒരു സംഘർഷമാണ്, അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല എന്നും, അവിടെ കേന്ദ്ര സർക്കാരിന് ഇടപെടുന്നതിൽ പരിമിതികളുണ്ട്. കാരണം ഗോത്രവർഗ്ഗങ്ങളായതുകൊണ്ട് അവർക്ക് ഈ രാജ്യം നൽകുന്ന ചില പ്രിവിലേജുകളുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്രം ഇടപെടാത്തതെന്നും ഒക്കെ ഇവിടുത്തെ പലർക്കും അറിയാമായിരുന്നു. പക്ഷേ അതെല്ലാം മൂടി വെച്ചുകൊണ്ട് ഒരു മതത്തെ ഇല്ലാതാക്കുന്നു ഘോരഘോര മുഖപ്രസംഗം എഴുതിയ പത്രങ്ങൾ, അവർക്കൊപ്പം നിന്ന് തുള്ളിയ അച്ഛന്മാർ, പള്ളിയിലച്ഛന്മാർ, ഇടത് വലത് മുന്നണി, അവരെ കുറ്റം പറയുന്നില്ല രാഷ്ട്രീയ നേതാക്കളെ. കാരണം അവരുടെ ഒരു ഉപജീവനം കൂടിയാണല്ലോ രാഷ്ട്രീയം. പക്ഷേ മറ്റുള്ളവർ അങ്ങനെയല്ല. ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് ഇവരെല്ലാം മാപ്പ് പറയാനെങ്കിലും കുറഞ്ഞ പക്ഷം തയ്യാറാകണം. കാരണം ഇവർക്കെല്ലാം സോഷ്യൽ മീഡിയ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് ഇവർ പലതും ആഹ്വാനം നൽകുന്നതും, ഇല്ലെങ്കിൽ അവരുടെ പ്രസ്താവനകൾ പോകും. കുറഞ്ഞ പക്ഷം അപലപിക്കാനെങ്കിലും തയ്യാറാകണം. നിരപരാധികളായവരെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നതാണോ ഇവിടുത്തെ വംശീയ പ്രശ്നം? ഇല്ലെങ്കിൽ ഒരു സമൂഹത്തെ ആരാണ് അവിടെ ആക്രമണം നടത്തുന്നത്? കുക്കി തീവ്രവാദികൾ എന്ന് തന്നെ ക്ലിയറായിട്ട് പറയണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളില്ല, ഇരവാദമില്ല, അവിടെ തകർന്ന കെട്ടിടങ്ങളുടെ പടമില്ല, അവിടെ വിലപിക്കുന്നവരുടെ പടമില്ല. രാഹുൽ ഗാന്ധിക്ക് അവിടെ പോകേണ്ട, മറ്റുള്ളവർക്ക് പോകേണ്ട, മോദി എന്ത് ചെയ്തു എന്ന് ചോദിക്കേണ്ട, മോദി മണിപ്പൂരിൽ പോയോ എന്ന് പോലും ആരും ഇപ്പോൾ ചോദിക്കുന്നില്ല. കാരണം ഇപ്പോൾ അവിടെ കേന്ദ്രം കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അത് രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോയേക്കാം. കാശ്മീരിന് സമാനമായ രീതിയിൽ അടിച്ചൊതുക്കുക തന്നെ ചെയ്യും. ഇതുപോലെ തന്നെ ഒരു അനാലിസിസ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകിയിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ശക്തമായ ഒരു നടപടി മണിപ്പൂരിൽ കേന്ദ്രം നടപ്പാക്കുമെന്നാണ്. 7 മാസമാണെന്ന് കേന്ദ്രം പറഞ്ഞിരുന്നു. ഇനി ആ മാസങ്ങൾക്ക് അധിക ദിവസങ്ങളില്ല, ആ മാസം അവസാനിക്കാനായിട്ട്. ഏതായാലും ശക്തമായൊരു നടപടി ഉണ്ടാകും. ഇരവാദം പറഞ്ഞ് ഈ വഴി വരരുത്. കാരണം കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അക്ഷരാഭ്യാസമുണ്ട്, വിവരമുണ്ട്, വിവേകമുണ്ട്.
ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിരൽത്തുമ്പിൽ തന്നെ ലോകത്തിൻ്റെ വിവരങ്ങൾ കിട്ടുന്ന കാലമാണ്. അവിടെ ഇനിയും കള്ളങ്ങൾ പടച്ചുവിട്ട് വരരുത്. തീവ്രവാദ പ്രവർത്തനങ്ങളെ തീവ്രവാദികളായും തീവ്രവാദ പ്രവർത്തനവുമായി മാത്രമേ ഈ രാജ്യം കാണുകയുള്ളൂ. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ നടത്തുന്ന പോയിന്റ്. നന്ദി, നമസ്കാരം.